കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവാസി ഭാരത് ദിവസ് പരിപാടി സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പി.കെ. ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. വിവിധങ്ങളായ പരിപാടികളോടെയാണ് കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവാസി ഭാരത് ദിവസ് പരിപാടി സംഘടിപ്പിച്ചത്. ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി.കെ. ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. നിബന്ധനകളില്ലാതെ മുഴുവൻ പ്രവാസികൾക്കും ക്ഷേമനിധി പെൻഷൻ 5000 രൂപയാക്കി നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. നിർണായകമായ പങ്ക് വഹിച്ച സമൂഹം എന്ന് പറയുന്നത് പ്രവാസികളാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട് എന്ന് പറയുന്നത് പഴയ കാലഘട്ടത്തിൽ നമ്മുടെ ഓരോ പ്രദേശങ്ങളെ കുറിച്ചും ഗ്രാമങ്ങളെ കുറിച്ചും പട്ടണങ്ങളെ കുറിച്ചും കേരളത്തിലെ തൊഴിൽ മേഖലകളെ കുറിച്ചും വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചും വ്യാവസായിക മേഖലയെ കുറിച്ചെല്ലാം നമ്മൾ പരിശോധന നടത്തിയാൽ സ്വാഭാവികമായും പ്രവാസികൾ എന്ന് പറയുന്ന ഈ സമൂഹം ഈ മേഖലയുടെ വളർച്ചക്കെല്ലാം ചെയ്ത സംഭാവനകൾ എന്ന് പറയുന്നത് ചെറുതല്ല, വളരെ വലുതാണ്. ചടങ്ങിൽ KPPC ജില്ലാ പ്രസിഡന്റ് ദിവാകരൻ കരിച്ചേരി അധ്യക്ഷനായി. KPCC സെക്രട്ടറി M. ഹസൈനാർ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി MC പ്രഭാകരൻ, ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV ഭക്തവത്സലൻ, കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PV ചന്ദ്രശേഖരൻ, A. വാസുദേവൻ നായർ, ജോർജ് അലക്സാണ്ടർ, കണ്ണൻ കരുവാക്കോട്, രാജൻ തെക്കേക്കര, ഫിറോസ് കാഞ്ഞങ്ങാട്, K. ഫിറോസ് ചെറുവത്തൂർ എന്നിവർ സംസാരിച്ചു. ഇത്തവണത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച സംഘടനാംഗങ്ങളായ ചെറുവത്തൂർ കാടാങ്കോട്ടെ 15ാം വാർഡ് മെമ്പർ കരുണാകരൻ മുട്ടത്ത്, ഈസ്റ്റ് അടിരി പഞ്ചായത്തിലെ 17ാം വാർഡ് മെമ്പർ അയൂബ്, നീലേശ്വരം നഗരസഭയിലെ 2ാം വാർഡ് കൌൺസിലർ വിനോദ് കുമാർ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. പരിപാടിയിൽ മനോജ് ഉപ്പിലിക്കൈ സ്വാഗതവും രാജൻ തെക്കേക്കര നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.